Mind your grammar, because your grammar shapes your story. Hello everyone, welcome back to Xylem. Welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. The countdown for our Onam examination has just begun, and the first examination is English. ഇംഗ്ലീഷിൽ നമ്മുടെ ആദ്യത്തെ പ്രശ്നം ഉറപ്പായിട്ടും സർ എങ്ങനെയാണ് ഗ്രാമർ ചോദ്യങ്ങളെ ടാക്കിൾ ചെയ്യേണ്ടത്, ഏതൊക്കെ ഗ്രാമർ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. ആൻഡ് ദിസ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇസ് എൻ എക്സ്ക്ലൂസീവ് കവറേജ് ഓഫ് ഓൾ ദി ഗ്രാമർ ടോപ്പിക്സ് ദാറ്റ് വിൽ ബി ആസ്ക്ഡ് ഇൻ അവർ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ. ആൻഡ് നമ്മൾ ഈ സീരീസിന് ഒരു പേര് കൂടെ കൊടുക്കുന്നു, പേര് മൈൻഡ് യുവർ ഗ്രാമർ എന്നാണ്. ആൻഡ് ഈ സീരീസ് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കംപ്ലീറ്റ് സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ കമന്റ് ബോക്സിലുള്ള ഫീഡ്ബാക്കുകൾ, നിങ്ങളുടെ ലൈക്കുകൾ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഇതൊക്കെ തന്നെയാണ് ഈ സീരീസിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി പോകുന്നത്. SSLC ഇംഗ്ലീഷ് ഗ്രാമറിൽ നമുക്ക് മാക്സിമം ചോദിക്കാൻ പോകുന്നത് ഈ പുറകിൽ കാണുന്ന 8 ടോപ്പിക്കുകളാണ്. ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യും. സോ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. എപ്പോഴും ഇതുപോലുള്ള വീഡിയോസ് കാണുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക വേണം. ഒരു തവണയെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് വായിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുന്നവർക്ക് ഗ്രാമർ എളുപ്പമായിരിക്കും എന്ന് മാസ്റ്റർ ഊഡ്വേ പറയുന്നു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലെറ്റ്സ് ബിഗിൻ. SSLC ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ടോപ്പിക്കാണ് എഡിറ്റ് ദ പാസേജ്. യു നോ വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് അബൌട്ട് ദിസ് ടോപ്പിക്? നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചൊരു ബേസിക് ഗ്രാമർ റൂൾ മുതൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ പഠിച്ച ഒരു സ്ട്രക്ചർ, ഒരു വൊക്കാബുലറി വരെ എഡിറ്റിങ്ങിൽ ചോദ്യമായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മുഴുവൻ മാർക്ക് നേടുക എന്നുള്ളത് കുറച്ചൊരു ട്രിക്കിയാണ്. നിങ്ങൾക്ക് നല്ല ഒബ്സർവേഷൻ സ്കില്ലും നല്ല ഫോക്കസും ആവശ്യമുള്ള ഒരു ചോദ്യമാണ്. ഫോർ എക്സാമ്പിൾ, 2025 സമഗ്ര പബ്ലിഷ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ എഡിറ്റിംഗ് ചോദ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്കിതൊന്ന് ഒരുമിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കുക, ഒരു ഗ്രാമർ ചോദ്യം, അത് എഡിറ്റിങ്ങോ റിപ്പോർട്ടർ സ്പീച്ചോ കോൺവെർസേഷൻ കംപ്ലീഷനോ ഫ്രേസൽ വെർബോ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ആ ക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്യുക. എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുക? ആ ക്വസ്റ്റിന് നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആയി ചാടി ഉത്തരം പറയാതെ ഒന്ന് എന്ത് ചെയ്യുക, കെയർഫുൾ ആവുക. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡിൻ്റെ അശ്രദ്ധ മൂലം ചിലപ്പോൾ മാർക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അവെയർനെസ് എപ്പോഴും ഉണ്ടായിരിക്കുക. പാനിക് ആവാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, അവെയർ ആയിരിക്കുക, ഫോക്കസ് ചെയ്തിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കാം. സോ ചോദ്യം വായിക്കുന്നു, എഡിറ്റ് ദ പാസേജ്, എറേഴ്സ് ആർ ഗിവൺ ഇൻ ഇറ്റാലിക്സ്. ചിലർക്കത് മനസ്സിലാവില്ല. സർ എന്താണ് ഇറ്റാലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റാലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വാക്കുകളെ ഒന്ന് ചരിച്ച് ഒന്ന് സ്ലാൻഡഡ് ആയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ ഇറ്റാലിക്സ് എന്ന് പറയാം. സോ ഇവിടെ നിങ്ങൾക്ക് എറേഴ്സ് തന്നിരിക്കുന്നത് എന്തിനാണ്? ഇറ്റാലിക്സിനാണ്. എത്ര എറേഴ്സ് തന്നിട്ടുണ്ട്? A മുതൽ F വരെ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 6 എറേഴ്സ് ഉണ്ട്. സോ ABCDEF 6 കറക്ഷൻസ് നിങ്ങൾ നടത്തണം. ആൻഡ് ദിസ് ഈസ് എ ഫ്രീ അഡ്വൈസ്. ഒരിക്കലും എഡിറ്റിങ്ങോ കോൺവെർസേഷൻ കംപ്ലീഷനോ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ മൊത്തം നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട, കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ആൻസർ നോക്കിയാലോ? ശ്രദ്ധിക്കാം. At the Aralam farm in Kannur, a group of tribal women were trained in umbrella making by the Kudumbasri mission. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞെട്ടലുണ്ടാകും. കാരണം സർ ഇത് ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതല്ലോ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്നുള്ളതല്ല. പക്ഷേ ഇത് 2ാമത്തെ യൂണിറ്റായ പാത്സ് ടു പ്രോഗ്രസിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ശേഷം ആർട്ടിക്കിൾ എങ്ങനെ എഴുതാം എന്ന് പറയാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ എടുത്ത ഒരു ഭാഗമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്. ഓക്കെ, പേജ് നമ്പർ 50 51 മറ്റോ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ നോക്കൂ, ഇതിൽ ആദ്യത്തെ മിസ്റ്റേക്ക് അവർ പറഞ്ഞിട്ടുള്ളത് വുമൺ എന്നുള്ളതാണ്. WOMAN, വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. WOMAN എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ്, സിംഗുലർ എന്നാണ്. ഇതിന്റെ പ്ലൂരൽ WOMEN ആണ്. അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് വിമൻ എന്നാണ്. എങ്ങനെയാണ്? വിമൻ എന്നാണ്. അല്ലാതെ വുമൺസ് എന്നല്ല വുമണിന്റെ പ്ലൂരൽ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഫീനിക്സ് റൈസസിൽ നമ്മൾ വിമൻ എന്ന് പറഞ്ഞ വേർഡ് പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. അറ്റ് ദി ആറളം ഫാം ഇൻ കണ്ണൂർ എ ഗ്രൂപ്പ് ഓഫ് ട്രൈബൽ വുമൺ. നമുക്ക് ക്ലൂസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തത് ഗ്രൂപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം സ്ത്രീകളുണ്ട് എന്നാണ്. രണ്ടാമത്തത് ഇവിടെ എന്തുകൂടെ കൊടുത്തിട്ടുണ്ട്? വേറെന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. എന്തുകൂടെ കൊടുത്തിട്ടുണ്ട്? വേറെന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, നമുക്ക് ഓക്സിലറി വേർബ്സിനെ സിംഗുലർ പ്ലൂരൽ എന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 4 ഓക്സിലറി വേർബ്സ് ആണ് സിംഗുലർ ആയിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? ഈസ്, വാസ്,
ഡസ്, ഹാസ്. ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമാണ്. എല്ലാത്തിൻ്റെയും അവസാനം എസ്സിലാണ്. ഓക്കെ, എസ്സിൽ അവസാനിക്കുന്ന 4 ഓക്സിലറി വേർബ്സ് ഇംഗ്ലീഷിലുള്ളൂ. 24 എണ്ണത്തിൽ അത് 4 സിംഗുലർ ആണ്. ഇനി ഈസിന്റെ പ്ലൂറൽ എന്താണ്? ആറാണ്. വാസിന്റെ പ്ലൂറൽ വേറാണ്. ഡസിന്റെ പ്ലൂറൽ ഡു ആണ്. ഹാസിന്റെ പ്ലൂറൽ ഹാവ് ആണ്. ഇനി ഇത് കൂടാതെ ഒരു ആം കൂടെ ഉണ്ട്. ആം ആരുടെ കൂടെ മാത്രമേ പോവുള്ളൂ? ഐയുടെ കൂടെ മാത്രമേ കോമ്പാറ്റബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ടോട്ടൽ എത്ര ഓക്സിലറി വേർബ്സ് ആയി? 9 ഓക്സിലറി വേർബ്സ് ആയി. ടോട്ടൽ എത്ര ഓക്സിലറി വേർബ്സ് ഉണ്ട്? 24. 24 മൈനസ് 9 എത്രയാ? 24 മൈനസ് 9 എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ ബാക്കിയുള്ള 15 ഓക്സിലറി വേർബ്സും ആരാണ്? ബാക്കിയുള്ള 15 ഓക്സിലറി വേർബ്സും ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ ആണ്. ഫോർ എക്സാമ്പിൾ വിൽ സിംഗുലറിന്റെ കൂടെയും പോവും, പ്ലൂറലിന്റെ കൂടെയും പോവും. ക്യാൻ സിംഗുലറിന്റെ കൂടെയും പോവും, പ്ലൂറലിന്റെ കൂടെയും പോവും. പക്ഷെ ഇതൊന്ന് സെപ്പറേറ്റ് ഓർമ്മിച്ച് വെക്കാം. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇവിടെ വേർ എന്ന് പറഞ്ഞൊരു ഓക്സിലറി വേർബ് കൂടെ ഉണ്ട്. വേർ എന്ന് പറയുന്നതും എന്താണ്? പ്ലൂരൽ ആണ്. അപ്പൊ ഇവിടെ 2 ക്ലൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് തന്നിട്ടുണ്ട്. ആ നൗൺ കഴിഞ്ഞിട്ട് പ്ലൂരൽ ഓക്സിലറി വേർബ് ആണ് തന്നത്. ഒരു പ്ലൂരൽ ഓക്സിലറി വേർബ് ആണ് തന്നതെങ്കിൽ അതിന് മുമ്പ് വരേണ്ടത് പ്ലൂരൽ ആയിരിക്കണം. സോ എയുടെ ആൻസർ വളരെ സിമ്പിൾ ആണ്. എ എന്നുള്ളത് വുമൺ എന്നല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? വിമൺ എന്നാണ് വേണ്ടത്. ദെൻ രണ്ടാമത്തേലേക്ക് പോകുന്നു. were trained in umbrella making by the കുടുംബശ്രീ മിഷൻ. in just 3 years they are producing. നോക്കൂ, ഇവിടെ തെറ്റായിട്ട് തന്നത് ആർ പ്രൊഡ്യൂസിങ് ആണ്. തെറ്റായിട്ട് തന്നത് എന്താണ്? ആർ പ്രൊഡ്യൂസിങ് ആണ്. അവിടെ എന്താണ് നിങ്ങൾ പകരം ചേർക്കേണ്ടത്? ആർ പ്രൊഡ്യൂസിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ആർ പ്രൊഡ്യൂസിങ് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ ദ ടൈം ബീങ് ഇപ്പൊ നമ്മളത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യാണ്? ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. എന്നാൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയണമെങ്കിലോ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. അതിന് നമ്മൾ പ്രൊഡ്യൂസ്ഡ് എന്ന് പറയും. ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ വേറൊരു എക്സ്പ്രഷൻ കൂടിയുണ്ട്. അതിങ്ങനെയാണ്, ഹാവ് പ്രൊഡ്യൂസ്ഡ് ആണ്. എന്താണ്? ഹാവ് പ്രൊഡ്യൂസ്ഡ് എന്നാണ്. ഇതിനെ നമ്മൾ ടെക്നിക്കലി പറയാ പ്രസന്റ് പെർഫെക്റ്റ് എന്നാണ്. ഇതിനെ നമ്മൾ ടെക്നിക്കലി എന്താ പറയാ? പ്രസന്റ് പെർഫെക്റ്റ് എന്നാണ്. വേണമെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് ഒരാളെ കൂടെ ഓർമ്മിച്ച് വെക്കാം. അതാരാണ്? അത് ഹാഡ് പ്രൊഡ്യൂസ്ഡ് ആണ്. ഹാഡ് പ്രൊഡ്യൂസ്ഡ് ആണ്. ഇതാരാണ്? ഇത് പാസ്റ്റ് ആണ്. ആദ്യത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇതാരാണ്? ഹാവ് പ്രൊഡ്യൂസ്ഡ് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് പ്രൊഡ്യൂസ്ഡ് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹാഡ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്, പണ്ടെങ്ങോ കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഹാവ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംഭവം നടന്നത് സംവർ ഇൻ ദ പാസ്റ്റ് ആണ്. എന്നാൽ പാസ്റ്റിലാണ് നടന്നതെങ്കിലും അതിന് പ്രസന്റിൽ എന്തുണ്ട്? ഒരു റെലവൻസ് ഉണ്ട്. അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ 1 മണിക്കൂർ മുമ്പ് ഒരു ബിരിയാണി കഴിച്ചു. ആ ബിരിയാണിയുടെ എഫക്റ്റ് ഇപ്പോഴും എൻ്റെ ബെല്ലിയിലുണ്ട്, കുമ്പയിലുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഐ ഹാവ് ഈറ്റൺ എ ബിരിയാണി എന്ന് പറയാം. പണ്ട് എപ്പോഴും ഞാൻ കഴിച്ച ബിരിയാണി ആണെങ്കിൽ ഐ ഹാഡ് ഈറ്റൺ എ ബിരിയാണി എന്ന് പറയാം. ഓക്കെ, അതെന്താ വരിക? ഹാഡ് പ്ലസ് V3 എന്നാണ് വരിക. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ ജസ്റ്റ് 3 years 3 വർഷത്തിനുള്ളിൽ അവര് തൗസൻഡ്സ് ഓഫ് അംബ്രല്ലാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 3 വർഷം കൊണ്ട് നടന്നൊരു കാര്യമാണ്. 3 വർഷം കൊണ്ട് അവർ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ എഫക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും ഉണ്ട്. അതങ്ങ് കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആർ പ്രൊഡ്യൂസിങ് എന്നുള്ളത് മാറിയിട്ട് എന്താവണം? ഹാവ് പ്രൊഡ്യൂസ്ഡ് എന്നാവണം. എന്തുകൊണ്ട് ഹാവ് ഉപയോഗിച്ചത്? ദേ ആയതുകൊണ്ടാണ്. സിംഗുലർ ആണെങ്കിൽ ഹാസ് പ്രൊഡ്യൂസ്ഡ് എന്നായനെ. അപ്പൊ രണ്ടാമത്തെ ആൻസറും കിട്ടി. മൂന്നാമത്തത്, ഹാവ് പ്രൊഡ്യൂസ്ഡ് തൗസൻഡ്സ് ഓഫ് അംബ്രല്ലാസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് 21 ന്യൂ വെറൈറ്റീസ്. ഇത് തെറ്റിയ ആളുകൾക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ച് വേഗം ഓടിപ്പോവാം. ചുമ്മാ പറഞ്ഞു കേട്ടോ. അതെന്താ പ്രശ്നം? ന്യൂ എന്നുള്ളത് എന്താ? നോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. അവര് 21 പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കി എന്നല്ലേ പറയേണ്ടത്. ഇറ്റ്സ് എ സിമ്പിൾ തിങ്. ഓക്കെ, സോ സി എന്താ വരിക? എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ന്യൂ ആണ് വരിക. ഓക്കെ, ദേ ഹാവ് പ്രൊഡ്യൂസ്ഡ് ന്യൂ വെറൈറ്റീസ് ടു ദ മാർക്കറ്റ്. their effort have generated. നിങ്ങൾ ശ്രദ്ധിച്ചേതാ? have generated. അതുപോലെ തന്നെയാണ് എന്ത്? have produced. പോട്ടെ, their effort. ഇവിടെ എന്താ മിസ്റ്റേക്ക് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്? എഫേർട്ട് തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പൊ എഫേർട്ടിന് മാറ്റണം. എഫേർട്ട് ഒരു വേർബ് അല്ല, എഫേർട്ട് നൗൺ ആണ്. വേർബ് ആണെങ്കിൽ V1 V2 V3 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കായിരുന്നു. പക്ഷെ ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയാൽ മതി. കാരണം എഫേർട്ട് എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ? എഫേർട്ട് സിംഗുലർ അല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ?
എഫേർട്ട് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. എന്നാൽ എഫേർട്ട് എന്ന് പറഞ്ഞ നൗൺ കഴിഞ്ഞിട്ട് വരുന്ന ഓക്സിലറി വേർബ് ഏതാണ്? പ്ലൂരൽ ആണ്. നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹാവ് പ്ലൂരൽ ആണ്, ഹാസ് ആണ് സിംഗുലർ. അപ്പോൾ ഇവിടെ ഹാവ് റൈറ്റ് ആണ്, എന്നാൽ എഫേർട്ട് തെറ്റാണ്. അപ്പോൾ എഫേർട്ടിന് എന്താക്കിയാൽ മതി? പ്ലൂരലിലേക്ക്, ബഹുവചനത്തിലേക്ക് ആക്കിയാൽ മതി. ഡോഗിന്റെ പ്ലൂരൽ എന്താ? ഡോഗ്സ് ആണ്. കാറ്റിന്റെ പ്ലൂരൽ എന്താ? കാറ്റ്സ് ആണ്. കാറിന്റെ പ്ലൂരൽ എന്താ? കാർസ് ആണ്. എഫേർട്ടിന്റെ പ്ലൂരൽ എന്താ? എഫേർട്സ് ആണ്. അപ്പോൾ ഈയുടെ ആൻസറും കിട്ടി, ഡിയുടെ ആൻസറും കിട്ടി. ഡിയുടെ ആൻസർ എന്താണ്? എഫേർട്ട് എന്നുള്ളത് മാറി എഫേർട്സ്. Now, efforts have generated an annual revenue of 20 lakh rupees. This success story underscores. സോ ഇവിടെ മിസ്റ്റേക്ക് എന്താണ്? സക്സസ് ആണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ മിസ്റ്റേക്ക്. കാരണം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, സക്സസിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. സക്സസിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. എന്താണ് സക്സസിന്റെ റൈറ്റ് സ്പെല്ലിംഗ്? സക്സസിന്റെ റൈറ്റ് സ്പെല്ലിംഗ് SUCCEESS. ഓക്കെ, സക്സസ്. ഓക്കെ, സക്സസിന്റെ സ്പെല്ലിംഗും കറക്റ്റ് ആക്കി. അടുത്തത്, ദ സക്സസ് സ്റ്റോറി അണ്ടർസ്കോർസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദീസ് വിമൻ ആൻഡ് ഹൈലൈറ്റ് ദ എഫക്റ്റീവ്നെസ്. എന്താണ് ഹൈലൈറ്റ് ദ എഫക്റ്റീവ്നെസ്? ഇതിന്റെ ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഇതെങ്ങനെയാണ് വന്നത്, ഇതിന്റെ ടെക്നിക്കൽ റീസൺ എന്താണ് എന്ന് വേഗത്തിൽ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നാച്ചു സാർ ആരാണ്? ഞാനാണ്. നാച്ചു സാർ ഡാൻസസ് ആൻഡ് സിംഗ് അറ്റ് ദ സെയിം ടൈം. നാച്ചു സാർ ഡാൻസസ് ആൻഡ് സിംഗ് അറ്റ് ദ സെയിം ടൈം. നാച്ചു ടോമി അല്ല, റിമി ടോമി അല്ലെ? റിമി ടോമി ഒന്നല്ല, നാച്ചു സാർ തന്നെയാണ്. ഈ സെന്റൻസിൽ അല്ലെങ്കിൽ ഈ സെന്റൻസ് തെറ്റാണോ ശരിയാണോ? ഈ സെന്റൻസ് തെറ്റാണ്. എന്തുകൊണ്ട് ഈ സെന്റൻസ് തെറ്റാവുന്നേ? നാച്ചു സാർ ഡാൻസസ് ആൻഡ് സിംഗ് എന്നല്ല വരിക, പിന്നെയോ നാച്ചു സാർ ഡാൻസസ് ആൻഡ് സിംഗ്സ് എന്നാണ് വരിക. എന്താണ് അതിനുള്ള കാരണം? കാരണം വളരെ സിമ്പിൾ ആണ്. ഇവിടെ നാച്ചു സാർ എന്നുള്ളതാണ് ആര്? നൗൺ. സോ ഒരു സെന്റൻസിലെ നൗണ് സെയിം ആണെങ്കിൽ ആ നൗണുമായി കണക്ട് ചെയ്തിരിക്കുന്ന വേർബും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ ഡാൻസസ് ആണെങ്കിൽ, നാച്ചു സാറിന്റെ കൂടെ ഡാൻസസ് ആ വരിക, കാരണം നാച്ചു സാർ സിംഗുലർ ആണല്ലോ. ഡാൻസസ് ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരണം? സിംഗ്സ് വരണം. ഓക്കെ, സോ ഒരു സെന്റൻസിലെ നൗണ് സെയിം ആണെങ്കിൽ ആൻഡിന് ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന വേർബും ഒരേ ഫോർമാറ്റിലായിരിക്കണം. ഇതാണ് ബേസിക് ഐഡിയ. ഇനി ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ സെന്റൻസ് ഒന്ന് വായിച്ചു വെച്ചേ. നാച്ചു സാർ ഡാൻസസ് ആൻഡ് സിംഗ്സ് അറ്റ് ദ സെയിം ടൈം. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കണം, വളരെ സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കൂ, നാച്ചു സാർ ഏതാണ് നൗണ്? നാച്ചു സാർ. നാച്ചു സാർക്ക് വരെ എന്താണുള്ളത്? ദ സക്സസ് സ്റ്റോറി. നാച്ചു സാർക്ക് വരെ എന്താണുള്ളത്? സക്സസ് സ്റ്റോറി. അടുത്തത് ഡാൻസസ്. ഡാൻസസിന് വരെ എന്താണുള്ളത്? അണ്ടർസ്കോസ്. എന്തോ ആയിക്കോട്ടെ, ഡാൻസസ് ഭരതനാട്യം. അണ്ടർസ്കോസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദിസ് വിമൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? ആൻഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത വേർബ് ഏതാണ്? ഹൈലൈറ്റ് ആണ്. നോക്കൂ, ദ സക്സസ് സ്റ്റോറി തന്നെയാണ് അണ്ടർസ്കോർ ചെയ്യുന്നതും സക്സസ് സ്റ്റോറി തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നതും. അപ്പോൾ സക്സസ് സ്റ്റോറി എന്നുള്ള കോമൺ നൗൺ ആണ്. അതിൻ്റെ കൂടെ അണ്ടർസ്കോസ് എന്ന് പറഞ്ഞ വേർബ് വരുമ്പോൾ ആൻഡ് കഴിഞ്ഞിട്ട് ഹൈലൈറ്റും അണ്ടർസ്കോസ് പോലെ തന്നെ ആയിരിക്കണം. അണ്ടർസ്കോസ് പോലെ എന്ന് വെച്ചാൽ ഹൈലൈറ്റ് ആയിരിക്കരുത്, ഹൈലൈറ്റ്സ് ആയിരിക്കണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്യാച്ച് ആവും. ഓക്കെ, ഹൈലൈറ്റ്സ്. സോ ഇതാണ് ഈ ചോദ്യങ്ങളുടെ ആൻസർ. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൺവിൻസിങ് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് കമന്റ് ബോക്സിൽ പറയേണ്ടത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി. നോക്കൂ, ഇവിടെയും നമുക്ക് മിസ്റ്റേക്സ് തന്നിട്ടുണ്ട്. ഇറ്റാലിക്സിലാണ് മിസ്റ്റേക്സ് തന്നിട്ടുള്ളത്. എത്ര മിസ്റ്റേക്സ് ആണുള്ളത്? 6 എണ്ണമാണുള്ളത്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇത് ഏതാ ചാപ്റ്റർ? എ ഫീനിക്സ് റൈസസ്. He continued his experiments knowing that most women used unclean rags instead of sanitary napkins as they could not afforded them. ശരിയാണ്, അഫോർഡഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. ഈ പാസേജ് ഉള്ളത് പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്. കാരണം ഇവിടെ നോക്കിയേ, കണ്ടിന്യൂഡ് എന്നുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലുക്ക്ഡ് അറ്റ് ദ എൻഡ്. ശരിയാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഓക്സിലറി വെർബ് കുഡ് ആണ്. ഏതാണ്? കുഡ് ആണ്. എപ്പോഴും ആലോചിച്ച് വെക്കാം, നമുക്ക് 9 മൊഡാൽ ഓക്സിലറി വെർബ്സാണ് ഇംഗ്ലീഷിലുള്ളത്. എന്താ സർ? മൊഡാൽ ഓക്സിലറി വെർബ്സ്, MODAL. അത് ഏതൊക്കെയാണ് നോക്കി? 9 ആൾക്കാരെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആരൊക്കെയാണ്? വിൽ, വുഡ്,
ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഈ 9 പേരെ നമ്മൾ മൊഡാൽ ഓക്സിലറി വെർബ്സ് എന്നാണ് വിളിക്കുക. ഈ 9 പേരും കഴിഞ്ഞാൽ വേർബിന്റെ ബേസ് ഫോം സിംപിളി പറയുകയാണെങ്കിൽ V1 ഫോം ആണ് വരേണ്ടത്. പ്രസന്റ് ടെൻസിലായാലും പാസ്റ്റ് ടെൻസിലായാലും ഒക്കെ വേർബിന്റെ V1 ഫോമേ ഇവർ കഴിഞ്ഞാൽ വരുള്ളൂ. അപ്പൊ ഇവിടെ ഒന്ന് നോക്കി നിങ്ങൾ സൂക്ഷിച്ച്. കുഡ് നോട്ട്, ഇവിടെ കുഡ് വന്നു, അതിനിടയ്ക്ക് ഒരു നോട്ട് വന്നാൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് അഫോർഡഡ് വരാൻ പാടില്ല, കാരണം കുഡ് മൊഡാൽ ഓക്സിലറി വെർബ് ആണ്. കുഡ് കഴിഞ്ഞാൽ എന്താ വരിക? ഏഡ് ആൻസർ അഫോർഡ് ആണ് വരിക. എന്താ വരിക? അഫോർഡ്. ആ ഒരു ട്രിക്ക് പഠിച്ചു വെച്ചാലോ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. മുന്നോട്ട് പോകുന്നു. കുഡ് നോട്ട് അഫോർഡ് ദം. ഹി ഓൾസോ ന്യൂ ദാറ്റ്, അദ്ദേഹത്തിന് ഇതുകൂടെ അറിയാമായിരുന്നു. ദിസ് മേക്ക് ദം പ്രോൺ ടു ഡിസീസ്. ദിസ് മേക്ക് ദം അല്ല, ഈ മുഴുവൻ പാസേജ് എന്തിലാണ് കിടക്കുന്നത്? പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്. കഴിഞ്ഞൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ദിസ് മേക്ക് ദം എന്ന് വരില്ല, മേക്ക് ദമിന്റെ പാസ്റ്റ് ആണ് വരിക. മേക്ക് എന്നതിന്റെ പാസ്റ്റ് എന്താണ്? മേക്ക്ഡ് ആണോ? അല്ല, പിന്നെന്താണ്? മെയ്ഡ് ആണ്. ദെൻ പ്രോൺ ടു ഡിസീസ്, ഇവിടെ തെറ്റായിട്ട് വന്ന വേർഡ് ഏതാണ്? ഡിസീസ് ആണ്. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിസീസിന്റെ സ്പെല്ലിംഗ് തെറ്റാ. എന്താ ഡിസീസിന്റെ സ്പെല്ലിംഗ്? ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. ആ ഈ മാറ്റി എന്താക്കിയാൽ മതി? ഐ ആക്കിയാൽ മതി. ഡിസീസിന്റെ സ്പെല്ലിംഗ് DISEASE എന്നാണ്. ഓക്കെ, മൂന്നാമത്തെ കിട്ടി. No one else appeared to been bothered by this. No one else appeared to been bothered by this. തെറ്റേതാണ്? ബീൻ ആണ് മിസ്റ്റേക്ക്. ബീൻ ആണ് മിസ്റ്റേക്ക്. നോക്കിക്കോളൂ, റൂൾ ഇത്രയേ ഉള്ളൂ. ഇയാളെ കണ്ടോ? ടു കഴിഞ്ഞാൽ എപ്പോഴും വേർബിന്റെ V1 അല്ലെങ്കിൽ ബേസ് ഫോമേ വരാവുള്ളൂ. ഇതാണ് രണ്ടാമത്തെ റൂള്. 2 കഴിഞ്ഞാൽ എപ്പോഴും വേർബിന്റെ എന്തേ വരാവുള്ളൂ? ബേസ് ഫോമേ വരാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, I want to go, I want to see, she needs to buy. ഇങ്ങനെ എപ്പോഴും 2 കഴിഞ്ഞാൽ V1 ഫോമേ വരാവുള്ളൂ. പക്ഷേ ഇവിടെ എന്താ വന്നത്? ഇവിടെ ബീൻ ആണ് വന്നത്. അതാരാ സാറേ? അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വെക്കുക. ബി ഫോമിനെ കുറിച്ച് പഠിച്ചു വെക്കുക. ആരെ കുറിച്ച് പഠിച്ചു വെക്കുക? ബി ഫോം. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ ആദ്യത്തെ 3 ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാ? യെസ്, ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ. ആം, ഈസ്, ആർ എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ്സിന്റെ പൊതുവായ മീനിങ് ആയിരിക്കുക, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഈ ആം, ഈസ്, ആറിനെ നമ്മൾ ഒരുമിച്ച് ബി എന്ന് പറയും. ആം, ഈസ്, ആറിനെ പൊതുവെ ഒരുമിച്ച് നമ്മൾ എന്ത് പറയും? കളക്റ്റീവ്ലി നമ്മൾ എന്ത് പറയും? ബി ഫോം എന്ന് പറയും. ബി ഫോം എന്ന് പറയുന്നത് V1 ആണ്. ഇനി ആം, ഈസ്, ആറിന്റെ V2 ഏതാ? അതിന് പ്രത്യേകിച്ച് ബി ഫോം ഒന്നുമില്ല. പക്ഷെ ആം, ഈസ്, ആറിന്റെ V2 ഏതാ നമുക്കറിയാം. ഏതാണ്? ആം, ഈസ്, ആറിന്റെ V2 അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് വാസ് വേർ ആണ്. ഏതാണ്? വാസ് വേർ ആണ്. സോ വാസ് വേർ എന്നുള്ളത് V2 ആണ്. അപ്പൊ BE എന്നുള്ളത് V1 ആണ്. വാസ് വേർ B2 ആണ്. ഇനി ഈ ബി ഫോമിന്റെ V3 എന്താ? യു ഗസ്റ്റ് ഇറ്റ് റൈറ്റ്. ഈ ബി ഫോമിന്റെ V3 ആണ് ഇത് ബീൻ എന്ന് പറയുന്നത്. ബീൻ എന്ന് പറഞ്ഞ് ഓർമ്മിച്ച് വെക്കുക. അത് എന്ത് ഫോമാണ്? V3 ഫോമാണ്. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ പാസേജിൽ തന്നിരിക്കുന്നത് V3 ഫോമാണ്. എന്നാൽ 2 കഴിഞ്ഞാൽ അതിന്റെ V1 ഫോമേ വരാവുള്ളൂ. ബീനിന്റെ V1 ഫോം ഏതാണ്? BE ആണ്. സോ ഡിയുടെ ആൻസറും കിട്ടി. ഡിയുടെ ആൻസർ എന്താണ്? ബി ആണ്. അടുത്ത നമ്മൾ ഇയിലേക്ക് പോവാണ്. ഓക്കെ, to be bothered by this, he looked at the little girls running around the neighborhood. എന്താ പ്രശ്നം? നെയ്ബർഹുഡിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. നെയ്ബർഹുഡിൽ ഒരു എച്ച് കൂടെ ഉണ്ട്. NEIGHBOURHOOD, നെയ്ബർഹുഡ്. ഓക്കെ, ലാസ്റ്റ് വൺ. They couldn't even buy a good pair of slipper. സിമ്പിൾ ആണ്, സിംഗുലർ പ്ലൂറൽ ആണ്. അതായത് ഇവിടെ പെയർ എന്നാ പറഞ്ഞത്. പെയർ എന്ന് വെച്ചാൽ ഒന്നിലധികം എന്നാണ്. അപ്പൊ സ്ലിപ്പർ അല്ല, പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ആണ്. അപ്പൊ എഫിന്റെ കാര്യത്തിലും തീരുമാനമായി. എന്താണ്? പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റെഡി? സോ ഹിയർ ഈസ് എൻ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ ഇൻ ദ ആറ്റിക്. ഇവിടെ നമുക്ക് മിസ്റ്റേക്സ് തന്നിട്ടുള്ളത് ഇറ്റാലിക്സിലല്ല, നേരെ മറിച്ച് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. എത്ര മിസ്റ്റേക്സ് ഉണ്ട്? 5 മിസ്റ്റേക്സ് ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. The German had withdraw without a fight. വളരെ ക്ലാസിക് ആയിട്ടൊരു മിസ്റ്റേക്ക് ആണിത്. ഇവിടെ ആരുണ്ട്? ഹാഡ് ഉണ്ട്. ഇവിടെ ആരുണ്ട്? ഹാഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? വിഡ്രോയുടെ പാസ്റ്റ് ആയിട്ടുള്ള വിഡ്രൂ എഴുതരുത്. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സൂക്കേടുണ്ട്. പാസ്റ്റ് ടെൻസ് ആണല്ലോ, അതുകൊണ്ട് വിഡ്രൂ എഴുതരുത്. റൂൾ എന്താണ്? റൂള് പ്രസന്റ് പെർഫെക്റ്റ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും. മനസ്സിലായിട്ടില്ല? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസോ ഹാവോ വരുന്ന കേസ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് വരുന്ന കേസ്. ഇവർ 3 ആയി കഴിഞ്ഞാലും ഹാസ്, ഹാവ് അല്ലെങ്കിൽ ഹാഡ് കഴിഞ്ഞാൽ എപ്പോഴും വേർബിന്റെ ഏത് ഫോമേ വരാൻ പാടുള്ളൂ?
പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോമേ വരാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, വിഡ്രോ എന്നുള്ളത് V1 ആണ്, വിഡ്രോയുടെ V3യിലേക്ക് മാറണം. കാരണം ഇവിടെ ആരുണ്ട്? ഹാഡ് ഉണ്ട്. ഇവിടെ ഹാവ് വന്നാലും ഹാസ് വന്നാലും ഒക്കെ V3യിലേക്കാണ് മാറേണ്ടത്. ഇത് മൊത്തം പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഏഡ് ആൻസർ വിഡ്രോൺ. എന്താണ്? വിഡ്രോൺ. ഒന്നാമത്തെ ആൻസർ ഏതാണ്? വിഡ്രോൺ. റൂൾ ഞാൻ പറഞ്ഞു. The Germans had withdrawn without a fight. As soon as it began to get light, I prepared feverish for my first venture out. As soon as it began to get light, അല്ലെ, വെളിച്ചം വരാൻ തുടങ്ങിയപ്പോഴേക്ക് I prepared, ഞാൻ തയ്യാറെടുത്തു. എങ്ങനെ തയ്യാറെടുത്തു? അതാണ് കാര്യം. എപ്പോഴും മനസ്സിൽ വെക്കുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് പ്രിപ്പയർഡ് എന്ന് വന്നു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു വേർബ് വന്നു കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത് ലെഫ്റ്റിലോ റൈറ്റിലോ വേർബ് പോലൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ, പ്രിപ്പയർഡ് എന്നുള്ളത് വേർബാണ്, എന്നാൽ അതിൻ്റെ കൂടെ വരുന്നത് ആഡ്വേർബ് ആണ്. എന്താണ്? ആഡ്വേർബ് ആണ്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലായി. ഫോർ എക്സാമ്പിൾ, ഹി റൺസ് എന്നുള്ളത് ഹി എന്ന് പറയുന്ന നൗണും റൺസ് എന്ന് പറയുന്നത് വേർബുമാണ്. ഹി റൺസ് ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞാലോ, ഹി എന്ന് പറയുന്ന നൗൺ, റൺസ് എന്ന് പറയുന്ന വേർബ്, ഫാസ്റ്റ്ലി എന്ന് പറയുന്ന ആഡ്വേർബ്. എന്താണ് ഈ ആഡ്വേർബ്? എങ്ങനെയാണ് വേർബ്, ഏത് രീതിയിലാണ് വേർബ് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടത്? അപ്പൊ ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്തു. എങ്ങനെ പ്രിപ്പയർ ചെയ്തു? ഫീവറിഷ്ലി, അല്ലെ, ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടെ, ഭയങ്കര എന്താ പറയാ, ജഗപുകയായിട്ട് ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോ ഇവിടെ ആഡ്വേർബ് ആണ് വരേണ്ടത്. അപ്പൊ ഫീവറിഷിനെ നമ്മൾ ആഡ്വേർബിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? ഫീവറിഷ്ലി എന്ന് വരും. എന്ത് വരും? ഫീവറിഷ്ലി എന്ന് വരും. സിയിലേക്ക് പോവാണ്. ഐ പ്രിപ്പയർഡ് ഫീവറിഷ്ലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഇൻ ഫ്രീസിങ്. അല്ല, അതൊരു പ്രപ്പോസിഷൻ ആണ്. കീപ് മീ ഇൻ ഫ്രീസിങ് അല്ല, ഫ്രീസിങ്ങിൽ കീപ്പ് ചെയ്യാനല്ല, ഫ്രീസിങ്ങിൽ നിന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇൻ എന്നുള്ളത് മാറിയിട്ട് ഒന്ന് ഗസ് ചെയ്ത്, യെസ്, ഇൻ എന്നുള്ളത് മാറിയിട്ട് ഫ്രം എന്നാവും. നമ്മൾ ഇതിന്റെ ഡി പാർട്ടിലേക്ക് പോകുന്നു. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ വെൻ ഐ സഡൻലി ഹിയർ. ഹിയർ അല്ല, ഹിയറിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, കേട്ടതാണ്. ഓക്കെ, അപ്പൊ ഹിയറിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? HEARD. തെറ്റിക്കരുത്, സ്പെല്ലിംഗ് തെറ്റിക്കരുത്. ഹേർഡ്. ഈ പാർട്ടിലേക്ക് പോവാണ്. The rhythmic footsteps of guards outside in the road again. എന്താ പ്രശ്നം? റിഥമിക്കിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. റിഥമിക്കിൽ വവൽ ലെറ്റർ ഒന്നുമില്ല. പിന്നെയോ എങ്ങനെയാ റിഥമിക് എഴുതുക? RHYTHMIC. റിഥമിക്. റിഥമിക് റിഥമിക് അല്ല, റിഥമിക്. ഓക്കെ ആണല്ലോ. One last question. And here we have a question from the chapter A Very Old Man with Enormous Wings. വളരെ കെയർഫുൾ ആയിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 5 മിസ്റ്റേക്സ് ആണ് തന്നിട്ടുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. It so happened that during those days there arrived in the town a traveling show. ട്രാവലിംഗ് തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പൊ ട്രാവലിംഗ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ട്രാവൽഡ് ഒന്നും ആക്കേണ്ട. കാരണം ഇവിടെ ഷോ എന്ന് പറഞ്ഞ നൗണിന്റെ അഡ്ജക്റ്റീവ് ആണ് ട്രാവലിംഗ് ഷോ. ഷോ ആണ്. എങ്ങനത്തെ ഷോ ആണ്? ട്രാവലിംഗ് ഷോ ആണ്. അപ്പൊ അവിടെ പ്രശ്നം എന്താ? അവിടെ പ്രശ്നം സ്പെല്ലിംഗ് ആണ്. ട്രാവലിംഗിന്റെ സ്പെല്ലിംഗ് എന്താ? TRAVELLING ആണ് ട്രാവലിംഗിന്റെ സ്പെല്ലിംഗ്. ഇവിടെ ഒരല്ലേ തന്നിട്ടുള്ളൂ. ബി പാർട്ടിലേക്ക് പോകുന്നു. ദ മെയിൻ അട്രാക്ഷൻ ആർ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ആർ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഈസ്, ആം, ആർ അല്ലേ? നമുക്കറിയാം ഓക്സിലറി വേർബ്സിന് നമുക്ക് V1 V2 സിംഗുലർ പ്ലൂറൽ എന്ന് മാത്രമല്ല നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? V1 V2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഫോർ ഇൻസ്റ്റൻസ്, ഈസ്, ആം, ആർ ഇവർ 3 പേരും സിംഗുലർ ആണ്. എന്നാൽ വോസും വേറും V2 ആണ്. അതുപോലെ ഡു, ഡസ് V1 ആണ്, ഡിഡ് V2 ആണ്. ഹാവ്, ഹാസ് V1 ആണ്, ഹാഡ് V2 ആണ്. ബാക്കി നമുക്കറിയാം എങ്ങനെയാണ്. വില്ലിന്റെ V2 എന്താ? വുഡ്. ഷാളിന്റെ V2 ഷുഡ്. ക്യാനിന്റെ V2 കുഡ്. മേയുടെ V2 മൈറ്റ്. നമുക്കറിയാവുന്ന കാര്യമല്ലേ. വില്ല്, വുഡ്, ഷാള് ഷുഡ്, ക്യാൻ കുഡ്, മേ മൈറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ V1 V2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് ഓക്സിലറി വേർബ്സിനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പൊ സർ ഇവിടെ എന്തിനാ ഒന്നിലധികം V1? സിമ്പിൾ ആണ്. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇവിടെ എന്ത്? വാസ് സിംഗുലർ ആണ്, ഡസ് സിംഗുലർ ആണ്, ഹാസ് സിംഗുലർ ആണ്, ഡു പ്ലൂറൽ ആണ്, ആർ പ്ലൂറൽ ആണ്, വേർ പ്ലൂറൽ ആണ്, ഹാവ് പ്ലൂറൽ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ മൾട്ടിപ്പിൾ V1 അല്ലെങ്കിൽ V2 വരുന്നത്. ഇനി ആമോ സ്പെഷ്യൽ കേസ് ആണ്. ആരുടെ കൂടെ മാത്രമേ പോകുള്ളൂ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്
ഈ പാസേജ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവിടെയൊക്കെ ഉള്ളത് V2 ആണ്. ദ ഹാപ്പൻഡ്, അറൈവ്ഡ് എല്ലാം V2 ആണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇവിടെ എന്ത് പറ്റില്ല, R എന്ന് പറയുന്ന V1 പ്രസന്റ് ടെൻസ് പറ്റൂല. അപ്പൊ R എന്തിലേക്ക് മാറ്റണം, പാസ്റ്റിലേക്ക് മാറ്റണം. R എന്നതിനെ ഈസോ ആമോ ആറോ എന്ത് വന്നാലും വോസിലേക്കോ വേറിലേക്കോ മാറ്റണം. അപ്പൊ ഇവിടെ നിങ്ങൾ തൊട്ട് മുമ്പുള്ള വേർബ് ഏതാ, നൗൺ ഏതാ നോക്കുക. ദ മെയിൻ അട്രാക്ഷൻ, അട്രാക്ഷൻസ് ഇല്ല, അട്രാക്ഷനേ ഉള്ളൂ. അപ്പൊ അട്രാക്ഷൻ എന്നുള്ളത് സിംഗുലർ ആണ്. സിംഗുലറിന്റെ കൂടെ പോകുന്ന പാസ്റ്റ് ടെൻസ് ഓക്സിലറി വേർബ് ഏതാണ്, വാസ് ആണ്. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്. അപ്പൊ ഇവിടെ എന്താ തെറ്റായിട്ട് തന്നിട്ട്, ഇവിടെ തെറ്റായിട്ട് തന്നിട്ടുള്ളത് ബീൻ ചേഞ്ച് ആണ്. എന്താണ്, ബീൻ ചേഞ്ച് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹാഡ് കഴിഞ്ഞാൽ ഹാഡ് കഴിഞ്ഞാൽ V3 ഫോമാണ് വരേണ്ടത്. അപ്പൊ കറക്റ്റ് ആണ്, ബീൻ ആണ്. അപ്പൊ പിന്നെ ബീനിന്റെ കൂടെ എന്ത് വരൂല, ഇനി ഒരു പ്രസന്റ് ടെൻസ് V1 ഫോം വരില്ല, അതിനെ പാസ്റ്റിലേക്ക് മാറ്റിക്കൊള്ളണം, അടുത്ത ഫോമിലേക്ക് മാറ്റിക്കൊള്ളണം. സോ ബീൻ ചേഞ്ച് മാറിയിട്ട് എന്താവും, ബീൻ ചേഞ്ച്ഡ് എന്നാവും. അതിൽ വലിയ സംശയത്തിനൊന്നും ആവശ്യമില്ല. ആൻഡ് into a spider by a burst of thunder and lightning. The admission fee to seen. ടു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ടു കഴിഞ്ഞാൽ വേർബിന്റെ V1 ഫോം, ബേസ് ഫോമേ വരാൻ പാടുള്ളൂ. സോ ടു സീൻ എന്ന് വരൂല്ല, എന്തേ വരുള്ളൂ, ടു സീ എന്നേ വരുള്ളൂ. 2 പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ബേസ് ഫോം. ദെൻ her was cheap, so the people flocked to see her. ആളുകൾ ഒത്തുകൂടി അവളെ കാണാൻ വേണ്ടി. They were also permitted to ask her all manner of questions with her absurd state. ആളുകൾക്ക് പെർമിഷൻ കൊടുത്തു, എന്തിന്, അവളോട് എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ. ഓൾ മാനേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ വിത്ത് ഹർ അബ്സേർഡ് സ്റ്റേറ്റ്, അവളുടെ വിചിത്രമായ അവസ്ഥയെ കുറിച്ച് എന്നല്ലേ. അപ്പോൾ വിത്ത് എന്ന് വെച്ചാൽ കൂടെ എന്നല്ലേ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, എബൌട്ട് എന്നാണ് വേണ്ടത്. അപ്പോൾ എഫ് എന്താണ് വരിക, എഫ് എബൌട്ട് എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡി ആണല്ലോ. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായി നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊരു ലോങ് വീഡിയോ ആയി പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 സ്പീഡിലൊക്കെ ഇട്ട് വീഡിയോ കേൾക്കാം, ഒരു കുഴപ്പമില്ല. ആൻഡ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക. ആൻഡ് അതിനുള്ളൊരു 2 മിനിറ്റ് സമയം കൂടെ നിങ്ങൾ കണ്ടെത്തുക. മാക്സിമം ആളുകളിലേക്ക് ഈ ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. Till then, this is Nasser Faruddin, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് from Xylem Learning. Happy learning everyone.